നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഗൂഗിൾ ജി ബോർഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. വളരെ അടിപൊളിയായിട്ടുള്ള നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് വന്നിട്ടുള്ളത്. ഈ ഹിഡൻ ഫീച്ചർ നമ്മൾ മനസ്സിലാക്കിയാൽ ഗൂഗിൾ കീബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് നല്ല അടിപൊളിയാണല്ലോ, വളരെ യൂസ്ഫുൾ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഒരുവിധം ഫോണുകളിലെല്ലാം ഗൂഗിൾ കീബോർഡ് ആയിരിക്കും നമുക്ക് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ചില ഫോണുകളിൽ അത് അവരുടെ തന്നെ കീബോർഡ് ആയിരിക്കും നമുക്ക് ഡീഫോൾട്ടായിട്ട് നൽകിയിട്ടുണ്ടാവുക. എന്നാൽ അത് നമുക്ക് മാറ്റി നമുക്ക് ഗൂഗിൾ കീബോർഡാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക, അതിനുശേഷം ഗൂഗിൾ കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഡീഫോൾട്ടാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് ഗൂഗിൾ ജി ബോർഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഹിഡൻ ചേഞ്ചസ്, അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപ് എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി ജസ്റ്റ് നമ്മളുടെ ഗൂഗിൾ ജി ബോർഡ്, അതായത് ജി ബോർഡിൽ നിന്നായിരിക്കും വരിക, ഗൂഗിൾ കീബോർഡിൽ നിന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറയുന്ന എല്ലാ സെറ്റിങ്സും നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ആദ്യം നോക്കുന്നത് വോയിസ് ആക്സസ് ടൂൾ ബാറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിളിൻ്റെ ജി ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ടൈപ്പ് ചെയ്യും, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യും. എന്നാൽ നമുക്ക് ഇനി അതിൻ്റെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എല്ലാവരുടെ കീബോർഡിലും വന്നിട്ടുള്ളതാണ് ഇത് മുൻപ്. ഇവിടെ വോയിസിൻ്റെ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിസണിങ് എന്ന് കാണിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് താഴേക്ക് ഒരു ഏരോ കാണാം. അവിടെ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കൊരു പുതിയൊരു വോയിസ് ആക്സസിൻ്റെ ഒരു ടൂൾ ബാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. അടുത്തതായി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നുണ്ടോ എന്നാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ പോസ്ഡാണ്, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പോസായിട്ട് നിൽക്കും. അത് നമുക്ക് വീണ്ടും പോസ് മാറണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ആ വോയിസിൻ്റെ ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോസ് മാറി കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് അതിന്മേൽ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്ലേ ലിസണിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പറയുന്നു പ്ലീസ് ഓപ്പൺ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ലിസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ അത് ടൈപ്പ് ചെയ്തപ്പോൾ അതിവിടെ വന്നു. അടുത്തതായി നമുക്ക് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരാളെ മെസ്സേജ് അയക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ മെസ്സേജ് ഒന്ന് ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് ആക്സസിൻ്റെ ആ ഫ്ലോട്ടിംഗ് വിൻഡോ നമുക്കിവിടെ വന്നു. ഇനി നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ പോസ്റ്റഡാണ് വോയിസ്. അപ്പോൾ നമുക്ക് ആ വോയിസ് ഐക്കണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാം ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ വരും, മെസ്സേജ് ബോക്സിൽ വരും. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ വോയിസിലൂടെ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ അടിപൊളി ഫീച്ചറാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്കത് വേണ്ട, സാധാരണ രീതിയിൽ കീബോർഡ് ആക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ കീബോർഡിൻ്റെ ഒരു ഐക്കൺ ചെറുത് കാണാം. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡ് ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് അൺഡു ആൻഡ് റീഡോ എന്നുള്ള ഒരു പുതിയ 2 ഓപ്ഷനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് മെനു ബാറിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കാണാം അൺഡു എന്നുള്ള ഒരു ഭാഗം കാണാം. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഡു ആൻഡ് റീഡോ എന്നുള്ള പുതിയ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഹൗ ആർ യു എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളവിടെ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കത് വേണ്ട എന്ന് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ അത് ഡെലിറ്റ് ചെയ്യും. അങ്ങനെ ഡെലിറ്റ് ചെയ്യാണ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അൺഡു എന്ന ഭാഗത്തേക്ക് പോവുക. അതിനുശേഷം നമുക്കിവിടെ ഹായ് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അൺഡു ആൻഡ് റീഡു എന്നുള്ള ഭാഗത്ത് നമുക്കിപ്പോൾ അത് ഡെലിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഡു കൊടുക്കുക. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോയി. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് വീണ്ടും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്പ് ചെയ്ത് ഡെലിറ്റ് ചെയ്ത് പോയത് വീണ്ടും റീഡോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇതൊരു വളരെ അടിപൊളി ഫീച്ചറാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിവിടെ ആ മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഡു എന്നുള്ള ഈ ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് നമുക്ക് സ്വാപ്പ് ചെയ്ത് നമുക്കത് നമ്മളുടെ ആ ഗൂഗിളിൻ്റെ കീബോർഡിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മൾ മെനു ബാറിലേക്ക് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് നമ്മളുടെ കീബോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ അൺഡു ആൻഡ് റീഡോ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അൺഡു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ആവുകയും റീഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അവിടെ എഴുതി വരികയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമ്മൾ ഗൂഗിളിൻ്റെ കീബോർഡിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചറായ നമ്പർ റോ ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഗൂഗിളിൻ്റെ കീബോർഡ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളതൊക്കെ നമ്മളിവിടെ എന്താണ് ആവശ്യം നമ്മളിവിടെ ടൈപ്പ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും നമ്പർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് 1 2 3 പോയിട്ട് നമ്മളിവിടെ നമ്പർ ടൈപ്പ് ചെയ്യും. ഇനി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമ്മളോട് പ്രിഫറൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്പർ റോ എന്ന ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പിന്നീട് നമ്മളിവിടെ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 1 2 3 4 5 6 8 താഴെ നമുക്ക് ലെറ്ററേഴ്സും വരും. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്പറിൻ്റെ ആവശ്യം വരിക, അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ആ നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൂടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്കറിയാം, നമ്മളുടെ ഗൂഗിളിൻ്റെ കീബോർഡ് എല്ലാവർക്കും വലുതാക്കാനും ചെറുതാക്കാനായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ റീസൈസിലേക്ക് പോകും. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് വലുതാവും, താഴേക്ക് ആക്കി കഴിഞ്ഞാൽ അത് ചെറുതാവും ചെയ്യും. എന്നാൽ ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ആക്കി, നമ്മളിപ്പോൾ താഴേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് റീസെറ്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ എങ്ങനെയാണോ പഴയ കീബോർഡ് ഉപയോഗിച്ചിരുന്നത് ആ രീതിയിലേക്ക് വരും. അപ്പോൾ ഇത് വലുതാക്കേണ്ടവർക്ക് ഇങ്ങനെ വലുതാക്കാനായിട്ട് സാധിക്കും. കണ്ണിന് പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ വലിയ അക്കങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കീബോർഡ് വരും. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമ്മളിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൈബ്രേഷൻ ഫീൽ കിട്ടാനായിട്ടുള്ള ഒരു സെറ്റിങ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ആ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രിഫറൻസ് എന്ന ഭാഗത്തേക്ക് പോകുന്നു. അതിനുശേഷം നമുക്കിവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓൺ കീ പ്രസ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് D0 MS ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു 28 അല്ലെങ്കിൽ 30 ഇടുക. അപ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിനുശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക. വളരെ അടിപൊളിയാണ്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. അപ്പോൾ ഇതെല്ലാം അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു. അടുത്തതായി നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും വാട്സപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഗാലറിയിലേക്ക് പോകും. അതിനുശേഷം നമ്മളിവിടെ സ്ക്രീൻഷോട്ട് ആദ്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇനി നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളുടെ സെറ്റിങ്സിലേക്ക് പോവുക, ഗൂഗിളിൻ്റെ കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ക്ലിപ്പ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ഈ 3 സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ പോയി ജസ്റ്റ് വീണ്ടും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് നമുക്ക് ആർക്കാണോ വാട്സപ്പിൽ ജസ്റ്റ് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട അവരുടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കിവിടെ കാണാം നമ്മളുടെ ക്ലിപ്പ് ബോർഡിൽ നമുക്കിവിടെ ആ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നു. അതിനുശേഷം ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആ സ്ക്രീൻഷോട്ട് നമ്മളുടെ ഗാലറിയിലേക്ക് പോകാതെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാത്തവരാണെങ്കിൽ ഇത് 3ഉം എനേബിൾ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇമേജും അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടും നമ്മളുടെ കൂട്ടുകാർക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുന്നത് ഗൂഗിൾ കീബോർഡിലെ ഡിക്ഷണറി എന്നുള്ള ഒരു പുതിയൊരു ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഡിക്ഷണറി എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേഴ്സണൽ ഡിക്ഷണറി എന്ന ഭാഗം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഓൾ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ് US എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലുള്ള ആഡ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് എന്തെങ്കിലും കീവേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് ഷോർട്ട് കട്ടിന് വേണ്ടി നമുക്കൊരു ക്യാരക്ടർ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എന്തെങ്കിലും ADയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഡോ നമുക്കിവിടെ താഴെ ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റെ അഡ്രസ്സ് ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നിങ്ങളിവിടെ ജസ്റ്റ് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഞാനിവിടെ AD എന്ന ഒരു ഷോർട്ട് കട്ട് കൊടുക്കുന്നു.
കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. ബാക്കിലേക്ക് പോയതിന് ശേഷം വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മെസ്സേജ് അയക്കുന്ന ഭാഗത്ത് ഞാനിവിടെ ജസ്റ്റ് AD എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ സജഷൻ ബാറിൽ നിജിൽ ഞാനിവിടെ ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്താണ് തോന്നിയ പോലെ അതിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ അത് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ജസ്റ്റ് നമ്മളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കാനാണെന്ന് നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഏതാണോ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഷോർട്ട് കട്ട് ഇവിടെ ജസ്റ്റ് ഏതാണോ നമ്പറോ അതോ ക്യാരക്ടറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മളുടെ ഫോണിൻ്റെ കീബോർഡ് നമുക്ക് വളരെ അതിമനോഹരമാക്കാനായിട്ട് നമുക്കിവിടെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ട് കുറച്ച് കളറേഴ്സ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കളേഴ്സ് ഇഷ്ടംപോലെ മാറ്റാം. അതിനുശേഷം നമുക്ക് ലാൻഡ്സ്കേപ്സ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടിപൊളി ലാൻഡ്സ്കേപ്പ് ഇതേ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അടിപൊളിയാക്കാനായിട്ട് നമ്മളുടെ കീബോർഡിനെ സാധിക്കും. അതിനുശേഷം ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് തീംസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതേ രീതിയിലായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കായിട്ട് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിലേക്ക് വന്നാൽ നമുക്ക് മൈ തീംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ ജസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളുടെ കീബോർഡിൻ്റെ ബാക്കിൽ വരും. അതിനുശേഷം നമുക്ക് ബ്രൈറ്റ്നെസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡിൻ്റെ ബാക്കിൽ നമ്മളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതാണ്. ഗൂഗിളിൻ്റെ കീബോർഡിൽ തന്നെ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് സ്വാപ്പ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഗൂഗിളിൻ്റെ കീബോർഡിൽ എത്തിക്കാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ ഈ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുക. നമുക്ക് ഇംഗ്ലീഷാണല്ലോ നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇംഗ്ലീഷിൽ നിന്നുള്ളത് മലയാളമായിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വളരെ അടിപൊളി ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നമ്മൾ എന്താണോ ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് അത് നമുക്ക് മലയാളത്തിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഫീച്ചർ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.